നമസ്കാരം. പോൾ ഡയറിയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലൂടെയാണ് പോൾ ഡയറി സഞ്ചരിക്കുന്നത്. നമുക്കിന്ന് തിരുവല്ല, കോന്നി, അടൂർ മണ്ഡലങ്ങൾ പരിശോധിക്കാം. തിരുവല്ല സംസ്ഥാനത്ത് പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളിലൊന്നാണ് മധ്യ കേരളത്തിലെ ഈ മണ്ഡലം. സ്ഥിരമായ എന്തെങ്കിലും രാഷ്ട്രീയ ചായ്വ് ഈ മണ്ഡലം പ്രകടിപ്പിക്കുന്നില്ല. ഇതുവരെ നടന്ന 6 തെരഞ്ഞെടുപ്പുകളിൽ 3 തവണ LDFും 3 തവണ UDFും ഇവിടെ വിജയിച്ചു. ഇരു മുന്നണികളുടെയും ഘടകകക്ഷികളാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. കഥ ഇതുവരെ. പത്തനംതിട്ട ജില്ലയിൽ വാശിയേറിയ മത്സരത്തിന് കളമൊരുങ്ങിയ മറ്റൊരു മണ്ഡലമാണ് തിരുവല്ല. വ്യാപാര സ്ഥാപനങ്ങളുടെ വളർച്ച കൊണ്ട് ജില്ലയുടെ സാമ്പത്തിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലം. LDFിൽ ജനതാദളും UDFിൽ കേരള കോൺഗ്രസ് എമ്മുമാണ് തിരുവല്ലയിൽ സ്ഥിരമായി മത്സരിക്കുന്നത്. ഇതുവരെ നടന്ന 6 തെരഞ്ഞെടുപ്പുകളിൽ 3 തവണ LDFിനെയും 3 തവണ UDFിനെയും തുണച്ചു തിരുവല്ല. 1987 നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ LDFിൽ നിന്ന് ജനതാദളിലെ മാത്യു ടി തോമസ് UDFിലെ കേരള കോൺഗ്രസിലെ PC തോമസിനെ 1215 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 1991 മാമൻ മത്തായിയെ രംഗത്തിറക്കി UDF മണ്ഡലം പിടിച്ചെടുത്തു. 1996 2001 മാമൻ മത്തായിയെ തന്നെ പോർക്കളത്തിലിറക്കിയ UDF ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലം എന്ന് കരുതപ്പെട്ട തിരുവല്ലയിൽ 2006 കേരള കോൺഗ്രസിലെ വിക്ടർ ടി തോമസിനെ തോൽപ്പിച്ച് മാത്യു ടി തോമസ് മണ്ഡലം തിരിച്ചുപിടിച്ചു. കേരള കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾക്കിടയിൽ 2011 വീണ്ടും മത്സരിക്കാനിറങ്ങിയ വിക്ടറിന് മാത്യു ടി തോമസിനോട് വീണ്ടും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. മാത്യു ടി തോമസ് 10,767 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിക്ടർ ടി തോമസിനെ പരാജയപ്പെടുത്തിയത്. മാത്യു ടി തോമസ് 63,289 വോട്ട് നേടിയപ്പോൾ വിക്ടർ തോമസ് 52,522 വോട്ടുകളാണ് നേടിയത്. NDA സ്ഥാനാർത്ഥി രാജൻ മൂലവീട്ടിൽ 7,656 വോട്ടുകൾ നേടി. UDF 41.47%, LDF 49.97%, NDA 6.05% വോട്ടുകളാണ് നേടിയത്. തിരുവല്ലയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പൊതുചിത്രമാണ് നാം കണ്ടത്. ഇനി ഇപ്പോഴത്തെ അവസ്ഥ കളിക്കളം. പതിവിന് വ്യത്യസ്തമായി ത്രികോണ മത്സരത്തിനാണ് തിരുവല്ല ഇത്തവണ സാക്ഷ്യം വഹിക്കുക. BDJSന്റെ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിൻ്റെ സാന്നിധ്യം ഇവിടുത്തെ മത്സരത്തിന് പുതിയ ഭാവം നൽകുന്നു. ഇടതു വലതു മുന്നണികൾ പഴയ ഘടകകക്ഷികളെ തന്നെയാണ് ഇത്തവണയും രംഗത്തിറക്കുന്നത്. ജനതാദൾ എസിന്റെ സിറ്റിംഗ് MLA മാത്യു ടി തോമസ് തന്നെയാണ് ഇത്തവണയും തിരുവല്ലയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. അദ്ദേഹം കഴിഞ്ഞ 5 വർഷങ്ങളിൽ മണ്ഡലത്തിനു വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാകും ഇടതുമുന്നണി ഇത്തവണ വോട്ട് തേടുക. തിരുവല്ല നഗരഹൃദയത്തിൽ 46 കോടി രൂപ ചെലവിൽ KSRTC ബസ് സ്റ്റേഷനും വാണിജ്യ സമുച്ചയവും പൂർത്തിയാക്കിയതും നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ തിരുവല്ല ബൈപ്പാസ് നിർമ്മാണം തുടങ്ങിയതും മാത്യു ടി തോമസ് പ്രധാന നേട്ടമായി അവതരിപ്പിക്കുന്നു. കേരളത്തിലെ ഏറ്റവും മനോഹരമായ KSRTC ബസ് ടെർമിനൽ തിരുവല്ലയിലാണെന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷം. ഏറ്റവും വലുത് ഒരുപക്ഷെ തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെ ആണെങ്കിലും ഏറ്റവും മനോഹരമായ ടെർമിനൽ നിർമ്മിച്ചത് തിരുവല്ലയിലാണ്. യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, ഇരിപ്പിടം, ശൗചാലയം അടക്കം അവിടെ സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മല്ലപ്പള്ളി KSRTC ഡിപ്പോയിൽ ആകെ 18 സർവീസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 40 സർവീസായി ഉയർന്നിട്ടുണ്ട്. 65 വർഷത്തിലധികമായി ആരോരും തിരിഞ്ഞു നോക്കാതിരുന്ന കടപ്ര പഞ്ചായത്തിലെ കണ്ടങ്കാളി റോഡ് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവല്ല ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു. നിരവധി പാലങ്ങൾ, ഏതാണ്ട് 18 പാലത്തോളം, ചിലത് MLA ഫണ്ടിൽപ്പെടുത്തി, ആസ്തി വികസന ഫണ്ടിൽപ്പെടുത്തി, ചിലത് KSTPയിൽ പെടുത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ചില പാലങ്ങളുടെ അപ്രോച്ച് റോഡ് പണികൾക്ക് സ്ഥലമെടുപ്പ് ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്. അത് സ്ഥലമെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ച് ആ പാലം പരിപൂർണമായി ഉപയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതായിട്ടുണ്ട്.
ഇത്തവണ മണ്ഡലം എങ്ങനെയും തിരിച്ചുപിടിക്കണം എന്ന വാശിയിലാണ് UDF. എന്നാൽ തിരുവല്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ ഉപാധ്യക്ഷനുമായ PJ കുര്യൻ നടത്തിയ പ്രസ്താവന UDFിലെ സ്ഥാനാർത്ഥി നിർണയത്തെ വിവാദത്തിൽ എത്തിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച പാർട്ടിയിലെ ആളെ ഇത്തവണ തിരുവല്ലയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം ശരിയല്ലെന്ന് PJ കുര്യൻ തുറന്നടിച്ചത് ജോസഫ് M പുതുശ്ശേരിയെ ഉന്നം വെച്ചായിരുന്നു. അതേസമയം മണ്ഡലത്തിൽ ശക്തമായ വേരോട്ടമുള്ള NDA ഇത്തവണ വാശിയേറിയ മത്സരമാണ് പുറത്തെടുക്കുന്നത്. NDA സഖ്യം BDJSനായി നീക്കിവെച്ച തിരുവല്ലയിൽ തന്ത്രി അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. തിരുവല്ല നഗരസഭയിൽ 6 അംഗങ്ങളാണ് BJPക്കുള്ളത്. കുറ്റൂർ, നെടുമ്പ്രം പഞ്ചായത്തുകൾ ഭരിക്കുന്നതും BJPയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന MT രമേശ് തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽ 19,526 വോട്ടുകൾ നേടിയിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ പാർട്ടിയുടെ വോട്ട് നില 30,000-ഓളമായി ഉയർന്നിരുന്നു. BDJSും BJPയുമായുള്ള സഖ്യം അതൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിലേക്കും വിജയസാധ്യതയിലേക്കുമാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. തിരുവല്ലയും ആ നിലയ്ക്ക് തന്നെ ചിന്തിക്കാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ പത്തനംതിട്ട ജില്ലയിൽ BJPയും BDJSും തമ്മിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സഖ്യം പത്തനംതിട്ട ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ സമവാക്യങ്ങളും മാറ്റി BJPക്ക് MLA ഉണ്ടാകും എന്നതൊക്കെ മാറ്റി നിർത്തി MLAമാർ ഈ സഖ്യത്തിന് പത്തനംതിട്ട ജില്ലയിൽ MLAമാർ ഉണ്ടാകും. CPM പത്തനംതിട്ട ജില്ലയിൽ അപ്രസക്തമാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നയിച്ച സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് വൻ വരവേൽപ്പ് ലഭിച്ച മണ്ഡലമാണ് തിരുവല്ല. ഇവിടെ BDJS വോട്ടുകൾ കൂടി ചേരുമ്പോൾ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാമെന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. മണ്ഡലത്തിൽ താഴെ തട്ട് മുതൽ പ്രവർത്തക കൺവെൻഷനുകൾ നടത്തിവരികയാണ് BDJSനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കമ്മിറ്റി ഫോം ചെയ്തതിന് ശേഷം 5 നിയമസഭാ നിയോജക മണ്ഡലം കമ്മിറ്റികൾ പൂർത്തീകരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റികൾ നമ്മൾ ഫോം ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ വാർഡിലേക്കുമുള്ള വാർഡ് കമ്മിറ്റിയുടെ രൂപീകരണവും പൂർത്തീകരിച്ചു. പല മണ്ഡലങ്ങളിലും 5000-ൽ പരം മെമ്പർഷിപ്പുകളുടെ ക്യാമ്പയിനുകൾ നമ്മൾ പൂർത്തീകരിച്ചു. ഈ ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും ഏതാണ്ട് 1000-കണക്കിന് മെമ്പർഷിപ്പിന് വേണ്ടി BDJSൻ്റെ പ്രവർത്തകർ കമ്മിറ്റിയിലേക്ക് കടന്നു വരികയും അങ്ങനെ ആ പ്രവർത്തനങ്ങളും വളരെ ശക്തമായിട്ട് നടക്കുന്നു. മൊത്തം പത്തനംതിട്ട ജില്ലയിൽ 5 നിയമസഭാ നിയോജകമണ്ഡലങ്ങളാണുള്ളത്. അതിൽ ആറന്മുള, റാന്നി, തിരുവല്ല, അടൂര്, കോന്നി ഉൾപ്പെടെയുള്ള ഈ 5 മണ്ഡലങ്ങളിലും BDJSൻ്റെ സംഘടനാ സംവിധാനം അതിശക്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം BJPയും BDJSും തങ്ങൾക്ക് വെല്ലുവിളിയാകില്ല എന്ന നിലപാടിലാണ് LDF. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് വോട്ട് ചോദിക്കുക എന്നതാണ് LDF തന്ത്രം. സ്ഥിരമായ രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിക്കാത്ത ഈ മണ്ഡലം ഇത്തവണ ആരെ തുണയ്ക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. കോന്നി. ഭൂപ്രകൃതി വെച്ച് നോക്കുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ മണ്ഡലമാണ് കോന്നി. മിക്കവാറും മലയോര പ്രദേശം. മന്ത്രി അടൂർ പ്രകാശിൻ്റെ മണ്ഡലം എന്ന നിലയ്ക്കാണ് കോന്നി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമാവുന്നത്. ഇടതിനും വലതിനും ഒരേപോലെ വളക്കൂറുള്ള മണ്ണാണ് കോന്നിയെങ്കിലും തിരഞ്ഞെടുപ്പിൽ വിജയം മിക്കവാറും UDFനാണ്. ആകെ നടന്ന 6 തെരഞ്ഞെടുപ്പിൽ 5ലും UDF വിജയം കണ്ടു. കഥ ഇതുവരെ. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് കളമൊരുങ്ങിയ മണ്ഡലമാണ് കോന്നി. ഇടതു വലതു രാഷ്ട്രീയത്തിന് ഒരേപോലെ വളക്കൂറുള്ള മണ്ണ്. പത്തനംതിട്ട ജില്ലാ രൂപീകരണത്തിനു ശേഷം നടന്ന 6 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു തവണ ഒഴികെ 5 തവണയും UDFനെ തുണച്ച മണ്ഡലമാണ് കോന്നി. പക്ഷേ മിക്ക തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും LDFനൊപ്പം നിൽക്കുന്ന കോന്നി നിയമസഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ആർക്കൊപ്പം എന്ന് വ്യക്തമായി വായിച്ചെടുക്കുക എളുപ്പമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതിശക്തമായ പോരാട്ടങ്ങൾക്കാണ് മണ്ഡലം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. 1987-ൽ UDFിലെ ചിറ്റൂർ ശങ്കരൻ നായരും LDFിലെ VS ചന്ദ്രശേഖരൻ പിള്ളയും തമ്മിൽ നടന്ന തീപാറിയ മത്സരത്തിൽ 2292 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ചിറ്റൂരിന്റെ വിജയം. 1991-ലെ തെരഞ്ഞെടുപ്പിൽ UDFിലെ CP
രാമചന്ദ്രനെ പരാജയപ്പെടുത്തി LDFിലെ A പത്മകുമാർ മണ്ഡലം പിടിച്ചെടുക്കുമ്പോൾ ഭൂരിപക്ഷം 916 വോട്ടുകൾ. മാറിയും തിരിഞ്ഞും വന്ന ലീഡ് നിലകൾക്കൊടുവിൽ പത്മകുമാറിന്റെ വിജയം മണ്ഡലത്തിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ വ്യക്തമായ പ്രതിഫലനമായിരുന്നു. മണ്ഡലം കണ്ട ഏറ്റവും കടുപ്പമേറിയ പോരാട്ടമാണ് 1996 തെരഞ്ഞെടുപ്പിൽ നടന്നത്. 806 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പത്മകുമാറിനെ തോൽപ്പിച്ച് കോൺഗ്രസിലെ അടൂർ പ്രകാശ് മണ്ഡലം ഇടതുമുന്നണിയിൽ നിന്ന് തിരിച്ചുപിടിച്ചു. 2001 കവി കടമ്മനിട്ട രാമകൃഷ്ണനെ മത്സരിപ്പിച്ച് മണ്ഡലം പിടിച്ചെടുക്കാനൊരുങ്ങിയ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടു. 14,050 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തോടെയായിരുന്നു അടൂർ പ്രകാശിന്റെ രണ്ടാം വിജയം. 2006 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം അല്പം കൂടി ഉയർത്തി അടൂർ പ്രകാശ് കോന്നി UDFന്റെ സുരക്ഷിത മണ്ഡലമാക്കി. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMലെ MS രാജേന്ദ്രനെ തോൽപ്പിക്കാൻ അടൂർ പ്രകാശിന് കഴിഞ്ഞെങ്കിലും ഭൂരിപക്ഷം നേർപകുതിയായി കുറഞ്ഞത് UDFന് വലിയ ക്ഷീണമായി. BJPക്ക് പൊതുവെ സ്വാധീനം കുറഞ്ഞ കോന്നി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 6000-ഓളം വോട്ടുകൾ ലഭിച്ചു. UDF 50.15%, LDF 44.22%, NDA 4.57% വോട്ടുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലം UDFന് 8000-ഓളം വോട്ടുകളുടെ ലീഡ് നൽകി. എന്നാൽ BJP മണ്ഡലത്തിൽ ഗണ്യമായ സ്വാധീനം നേടിയത് ശ്രദ്ധേയമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 6000 വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18,222 ഉയർന്നു. കാടും മലകളും കൊണ്ട് സമർത്ഥമായ കോന്നിയുടെ കഴിഞ്ഞകാല വിശേഷങ്ങളാണ് നാം കണ്ടത്. ഇനി ഇപ്പോഴത്തെ കഥ കളിക്കളം. മന്ത്രി അടൂർ പ്രകാശ് കോന്നിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് UDFന്റെ തോൽപ്പിച്ചിട്ട്. പത്തനംതിട്ട ജില്ലയ്ക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജ് കോന്നിയിൽ ഉയരുന്നു. കണ്ണാടി പോലെ കിടക്കുന്ന റോഡുകൾ. CPMും കോൺഗ്രസും തമ്മിൽ നേർക്കുനേരാണ് പോരാട്ടം. ശക്തി തെളിയിക്കാൻ BJPയുമുണ്ട്. തുടർച്ചയായി 4 തവണ UDFനെ തുണച്ച കോന്നി മണ്ഡലത്തിൽ മന്ത്രി അടൂർ പ്രകാശ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാകും ഇത്തവണ UDF വോട്ട് ചോദിക്കുക. മണ്ഡലം തങ്ങളെ കൈവിടില്ല എന്ന വിശ്വാസത്തിലാണ് UDF. മലയോര മേഖലയായ കോന്നിക്കാരുടെ സ്വപ്നമായിരുന്ന താലൂക്ക് രൂപീകരിച്ചതും മിനി സിവിൽ സ്റ്റേഷൻ പൂർത്തീകരിച്ചതും നേട്ടമായി അവതരിപ്പിക്കുന്നു. ജില്ലയ്ക്ക് ലഭിച്ച ഏക ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നിയിൽ നിർമ്മാണം പുരോഗമിക്കുന്നു. തടി ഡിപ്പോയായി പ്രവർത്തിച്ചിരുന്ന കോന്നിയിൽ ആനത്താവളം നിർമ്മിക്കുകയും അടവിയുമായി ബന്ധപ്പെടുത്തി പരിസ്ഥിതി സൗഹൃദ മലയോര ടൂറിസം നടപ്പാക്കിയതും മണ്ഡലത്തിലെ എടുത്തുപറയാവുന്ന നേട്ടമായി UDF ഉയർത്തിക്കാട്ടുന്നു. പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം വികസിപ്പിച്ചു. രാഷ്ട്രീയ പക്ഷപാതമില്ലാതെ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും റോഡ് വികസനത്തിനും കുടിവെള്ള പദ്ധതിക്കും MLA ഫണ്ട് അനുവദിച്ചതായും UDF അവകാശപ്പെടുന്നു. മലയോര ഹൈവേയുടെ നിർമ്മാണം ഗതാഗത രംഗത്ത് നേട്ടമുണ്ടാക്കി. എന്നാൽ കോന്നി മണ്ഡലത്തെ ഇത്തവണ കൈപ്പിടിയിൽ ഒതുക്കാൻ ഉറച്ചാണ് LDF മത്സരരംഗത്തിറങ്ങുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ ബാങ്ക് മുൻ പ്രസിഡന്റുമായ R സനൽകുമാറാണ് ഇടതു സ്ഥാനാർത്ഥി. ഭരണത്തിന്റെ അവസാന നാളുകളിൽ മന്ത്രി അടൂർ പ്രകാശിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിശ്വാസത്തിലാണ് LDF. കരുണ എസ്റ്റേറ്റ് വിവാദവും എറണാകുളത്തെയും തൃശൂരിലെയും ഭൂമിയും നിലങ്ങളും വിവാദസ്വാമി സന്തോഷ് മാധവന് പതിച്ചു നൽകിയതിന്റെ പേരിലുണ്ടായ കോലാഹലങ്ങളും മന്ത്രിക്കെതിരെ ത്വരിതാന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവിട്ടതും മണ്ഡലത്തിൽ LDF പ്രചാരണായുധങ്ങളാക്കും. മണ്ഡലത്തിലെ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളോട് മന്ത്രി അയിത്തം കാട്ടി എന്നതാണ് മറ്റൊരു ആരോപണം. അതേസമയം മണ്ഡലത്തിൽ വേരുറപ്പിക്കാനായി അരയും തലയും മുറുക്കി മത്സരരംഗത്തിറങ്ങിയിരിക്കുകയാണ് NDA സഖ്യം. BJPയുടെ ജില്ലയിലെ ആദ്യകാല നേതാവ് അഡ്വക്കേറ്റ് D അശോക് കുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ത്രിതല തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ 24,150 വോട്ടുകൾ നേടിയ BJP ഇത്തവണ കരുത്തു തെളിയിക്കാനുള്ള പുറപ്പാടിലാണ്. കോൺഗ്രസിനും UDFനും ശക്തമായ വേരോട്ടമുള്ള കോന്നിയെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അട്ടിമറിക്കാനാവുമോ എന്ന് കാത്തിരുന്ന് കാണാം.